അവന്മാർ കാണാതെ മാറി നിന്ന് പെട്ടിന്ന് മുത്തായി എത്തി തിന്നാം. ഇതിനകത്ത് വെച്ചുന്ന എന്റെ മുത്തായി എന്തി? ഈ അംഗനവാടിയിലെ ആരുമാണ് ഇത് എത്തിരിക്കുന്നത്? ഇവനല്ല, കാരണം ഇവൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്ന മുത്തായിയാ. അപ്പോൾ ഇവൻ്റെ ഒരുപാട് മുത്തായി കാണും. ഇനി ഇവനാണോ? ഇവൻ്റെ വായിൽ മൊത്തം പുതുപ്പല്ല, അപ്പോൾ ഇവനാദിക്കത്തില്ല. ഇനി ഇവനാദിക്കുമോ? ഇവനല്ല. തറയുന്ന കുഞ്ഞൊരു പേപ്പർ പോലും എടുക്കാത്തൊരു മടിയനായവൻ. ഇവൻ തോലെ എൻ്റെ മുത്തായി എടുക്കത്തില്ല. ഇവൻ്റെ പല്ലിൽ എന്താ മുത്തായുടെ കഷ്ണം ഇരിക്കുന്നേ? അവൻ്റെ കയ്യിൽ മുത്തായത് എന്തോ പറ്റിയിരിപ്പോന്ത്. പോക്കറ്റിൽ ഇരിക്കുന്നത് മുത്തായത് കവതാണല്ലോ. കൺഫേം ഇവൻ തന്നെ. ഏതാ നീ അല്ലേ എന്റെ മുത്തായി എത്താൻ? ഞാനല്ല ഞാൻ എത്തില്ല. എന്ത് പറ്റി ഇവിടെ ആളും ബഹളമൊക്കെ? ഇന്നലെ രാത്രി ഇവിടെ കള്ളം കയറി കുറേ സ്വർണവും പണവും പോയെന്നാ കേട്ടത്. നിങ്ങളുടെ റൂമിൽ നിന്നല്ലേ മോഷണം പോയത്? അതെ. പിന്നെ നിങ്ങളൊരു ശബ്ദം കേട്ടില്ലെന്ന് പറഞ്ഞ? സാറേ, ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ മരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങി. എത്ര പവൻ സ്വർണ്ണമാണ് മോഷണം പോയത്? 21 പവനുണ്ട് സാർ. ഇത്ര സ്വർണം എന്തിനാണ് വീട്ടിൽ സൂക്ഷിച്ചത്? അത് സാർ ഞങ്ങളുടെ മോളുടെ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ചതാ. ഇവനാരാ? അയാൾ ഇവിടുത്തെ ജോലിക്കാരനാണ് സാർ. അപ്പോ സ്വർണം മാത്രമേ മോഷണം പോയുള്ളൂ? അല്ല പോലീസ് മാമ. വേറെ എന്താ മോനെ കളവ് പോയേ? എന്താ കൊതങ്ങ് പാവൻ കളവ് പോയി പോലീസ് മാമ. അവന്റെ ഒരു കൊരങ്ങ് പാവ. ഇവിടെ ഇത്ര സ്വർണം പോയിട്ട് മനുഷ്യൻ എന്തോ ചെയ്യണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുക. മോനെ, അച്ഛൻ പുതിയ കുരങ്ങ് പാവ മേടിച്ചു തരും. എനിക്ക് പുതിയ കൊതങ്ങ് പാവ വേണ്ട, എനിക്ക് പതേ കൊതങ്ങ് പാവ മതി. മോൻ കരയാതിരിക്കേ. നീ പോതാ. ഏതാ പോലീസേ, മതിയാതെ എന്റെ കൊതങ്ങ് പാവ കണ്ടുപിടിച്ച് തന്നോന്നു. ഏതാ പോലീസേ, ഞാൻ വെറുതെ പഠിച്ച് പോലീസ് ആവൂടാ, എന്നിട്ട് നിന്നെ വെതി വെക്കൂടാ, നോക്കോ. അവനെ കുറച്ച് കുറുമ്പ് കൂടുതലാ, അതുകൊണ്ടാ കേട്ടോ. അപ്പൊ നീ പറയുന്നത് നിന്റെ പാവം മോഷണം പോയെന്നാണോ? പാവം മാത്രമല്ല, സ്വർണവും പോയി. സ്വർണം പോട്ടെ, നമുക്ക് ആ പാവയില്ലേ മെയിൻ. ഞാൻ എന്തോലും ആ പാവ കണ്ടുപിടിക്കാൻ പോവാ. നിങ്ങൾ എന്റെ കൂടെ നിൽക്കുവോ? ഞാൻ ഉണ്ട്. നാനും ഉണ്ട്. ഏതാ, നമുക്ക് ഈ വീടും പരിസരവും ആദ്യം ഒന്ന് നോക്കണം. അതൊക്കെ പോലീസ് മാമ നോക്കി കാണത്തില്ലേ? അവന്മാര് പൊത്തന്മാരാ. നമുക്കുള്ള ബുദ്ധിയുടെ പകുതി ബുദ്ധിയോടെ അവന്മാർക്കില്ല. വാ, നമുക്ക് നോക്കാം. ഇതെന്തോന്ന് മനസ്സിലാവും നിനക്ക്? ഇത് ബിസ്ക്കറ്റ് അല്ലേ? ഈ വീട്ടിലെ ഞങ്ങൾ ആരും ഈ പത്തിക്ക് ഈ ബിസ്ക്കറ്റ് കൊടുക്കാതില്ല. അപ്പൊ ഇതാത് കൊത്തു? കള്ളമാമൻ. ആ കള്ളൻ അറിയാം ഈ വീട്ടിൽ പത്തയുണ്ടെന്ന്. ഏതാ വാസ്കോ, നിനക്കെന്ത് തോന്നുന്നു? ഏതാ, എന്ത് പറ്റിയതാ? ഈ ബിസ്ക്കറ്റിൽ ബോധം പോകാനുള്ള ഏതോ മരുന്ന് തേർത്തിട്ടുണ്ടായിരിക്കും. അതായിരിക്കും കള്ളം കയറിപ്പോ പത്തി കൊതക്കാതിരുന്നത്. അതാ നല്ല സത്യമുള്ള മരുന്നാ. ഒറ്റ കടിക്ക് എന്റെ ബോധം പോയില്ലേ? താഴത്തെ റൂമൊന്നും തുറക്കാതെ എന്താ കള്ള എത്ര കഥത്തായിട്ട് മേലത്തെ റൂമിൽ തന്നെ കയറിയേ? അപ്പൊ പാവേ സ്വന്തം ആ മേലത്തെ റൂമിൽ തന്നെ ഇരിക്കുന്നതെന്ന് അറിയാവുന്ന ആരുമാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്നുകൂടി ഈ റൂമൊക്കെ നോക്ക്.
എന്റെ പാവം മോട്ടിച്ച ആരാന്ന് ഞാൻ കണ്ടുപിടിച്ച്. ആദാ ഞങ്ങളുടെ ജോലിക്കാരൻ മാമൻ പത്തിക്ക് ബോധം കയറാനുള്ള ബിസ്ക്കറ്റ് കൊടുക്കുന്നു. അച്ഛനും അമ്മയ്ക്കും രാത്രി കൊതിക്കുന്ന പാലിൽ ഉറക്കക്കുതിക കലക്കുന്നു. സാറേ ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, പിന്നെ മരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങി. അച്ഛനും അമ്മയും ഉറങ്ങി കഴിഞ്ഞിട്ട് അയാൾ അകത്ത് കയറുന്നു. റൂമിൽ കയറി അയാളുടെ കാലിൽ കട്ടിലുള്ള ഒരു ആണി കൊള്ളുന്നു. വീതാൻ പോയ അയാളുടെ നെറ്റിയിൽ നിന്ന് വെറ്റയുടെ ഇല താഴേക്ക് വീഴുന്നു. ആ വേദനയിൽ അയാൾ അലമാരിയിൽ നിന്ന് സ്വർണമെടുത്ത് എൻ്റെ പാവയുമായി ഇവിടുന്ന് വലിയുന്നു. നമ്മൾ ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ? വിശ്വസിക്കും. ഞാൻ പറഞ്ഞ പോലീസ് മാമൻ വിശ്വസിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. നാളെയല്ലേ പോലീസ് മാമൻ വരുമെന്ന് പറഞ്ഞത്? യെസ്, നാളെ തന്നെ പറയാം. ബ്ലാക്കിയും ജോലിക്കാരനും തമ്മിൽ നല്ല കമ്പനിയാണല്ലോ. പിന്നെന്തിനാ ബ്ലാക്കിക്ക് ബോധം കെടുത്താനുള്ള മരുന്ന് കൊടുത്തത്? ഊമതോ? സാർ, ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൊച്ചിന്റെ കല്യാണം ഞങ്ങളിൽ എന്ത് ചെയ്യും? അമ്മ വിഷമിക്കണ്ട, ഞാൻ കള്ളനെ പിടിച്ചു. ഒരു കാര്യം ചെയ്യും, മോൻ പോയി പഠിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് ഓണാക്കി വെച്ചേ ഭരതന്റെ വീഡിയോ കാണും. ഞാൻ തമാശ പറഞ്ഞല്ല പോലീസ് മാമ, ഞാൻ കണ്ടുപിടിച്ചു. എന്നാ മോൻ പറ, ആരാ കള്ളൻ? ജോലിക്കാരൻ മാമ ഒറ്റക്കല്ല ഇത് ചെയ്തത്. ഈ പോലീസ് മാമനും ഉണ്ടായിരുന്നു. എന്തൊക്കെയാ ചെറുക്കൻ പറയുന്നേ? പിള്ളേരെ നല്ലപോലെ വളർത്തണം. അവനെ നല്ലപോലെ തന്നെ വളർത്തിയ സാറേ. സാറേ, അവ ഇന്നലെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒന്നുകൂടെ പോയി സാറ് വന്ന വഴിയിലൂടെ. ഞാൻ സാറിന്റെ മുകളിലുള്ളവർക്കൊക്കെ കുറച്ച് മുമ്പേ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇപ്പൊ അങ്ങ് എത്തും. ഇനി ഇവൻ പറയും എന്താ ഉണ്ടായെന്ന്. പറടാ. ഞാൻ മോഷ്ടിക്കാൻ റൂമിൽ കയറി എന്നുള്ളത് സത്യമാണ്. പക്ഷേ എനിക്ക് പേടിയായി. ഞാൻ എന്നെ കൊണ്ടാവത്തില്ലെന്ന് സാറിനെ വിളിച്ച് പറഞ്ഞു. സാറ് വരണമെങ്കിൽ പട്ടി ഉറക്കണം. അതിനുവേണ്ടി ബോധം കെടുത്തുന്ന ബിസ്ക്കറ്റ് ഞാൻ പട്ടിക്ക് കൊടുത്തു. അതിനുശേഷം ഞാനും സാറിനോട് ചേർന്ന് റൂമിനകത്തേക്ക് പോയി. ചേച്ചിക്കും ചേട്ടനും ഞാൻ പാലിൽ ഉറക്ക ഗുളിക കഴുത്തി നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഉറങ്ങിക്കിടക്കുന്ന അതേ സമയത്ത് ഞങ്ങൾ കയറി സ്വർണ്ണം എടുത്തു. അവിടെ കയറുന്ന സമയം എൻ്റെ കാലൊരു ആണിയിലിടിച്ചു. സ്വർണ്ണം എങ്ങനെ വെളിയിലോട്ട് കൊണ്ടുവന്ന് പറഞ്ഞ് നിൽക്കാൻ നേരത്താണ് സാറൊരു ഐഡിയ പറഞ്ഞത്. അവിടെ ഇരുന്നൊരു പാവയുടെ അകത്തേക്ക് ഞങ്ങൾ സ്വർണം വെച്ചു. എന്നിട്ട് ഞങ്ങൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഒന്നും അറിയാത്ത പോലെ പുറത്തേക്ക് ഇറങ്ങി. നീ തീർന്നതാ. പാണയം മോഷണ കേസിൽ പുതിയ വഴിത്തിരിവ്. സ്വർണം മോഷ്ടിച്ചത് ഈ വീട്ടിലെ വീട്ടുജോലിക്കാരനും ഇതിന്റെ സൂത്രധാരൻ ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനും. ഈ കേസിന്റെ വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം മനു ലൈനിലുണ്ട്. മനു, കേൾക്കാമോ? മനു 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 മനുവേ. എൻ്റെ പാവ എതിർത്താ ഞാൻ വെറുതെ വിധുന്ന് വിചാരിച്ചോ? യുമാർക്കേ ഞാൻ ആരാന്ന് അറിഞ്ഞൂടാ. ഞാനേ അയ്യോ നാട്ടുകാരെ ഓടി വരണേ, എന്റെ മാല ആരണ്ട് പൊട്ടിച്ചോണ്ട് പോയേ, ഓടി പോയേ. അയ്യോ 4.5 പവന്റെ മാലയാണേ കാലമാടന്മാര് കൊണ്ടുപോയേ. ദൈവമേ, കഷ്ടമാണല്ലേ ടീച്ചറാ. എന്ത് ചേച്ചി? രണ്ടുപേരും വന്ന് എന്റെ മാല പൊട്ടിച്ചോണ്ട് പോയി മക്കളെ. ആന്റി